അവിടെയാണ് ശ്രീ ജെ ആർ പത്മകുമാർ താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ 80ഓളം മാധ്യമ പ്രവർത്തകരുടെ വീടുകളിൽ അറഞ്ചം പുറഞ്ചം പരിശോധന നടത്തും. മാധ്യമ പ്രവർത്തകർ മാത്രമല്ല, ഈ ന്യൂസ് ക്ലിക്ക് എന്ന സ്ഥാപനവുമായി സഹകരിക്കുന്നവരുമായി മാത്രമല്ല, ആരുമൊക്കെയായി പ്രബീർ പുർക്കായസ്ഥ ബന്ധപ്പെടുന്നുണ്ടോ അവരുടെയൊക്കെ വീടുകളിലാണ് ദിവസങ്ങളോളം നീണ്ട പരിശോധനകൾ നടന്നിട്ടുള്ളത്, റെയ്ഡുകൾ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ 700ഓളം ഡിവൈസുകളും പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. നോക്കൂ, നമ്മുടെ മുന്നിൽ ഇപ്പോൾ കോടതി വിധിയുണ്ട്, കുറ്റപത്രമുണ്ട്. ഒരു കാര്യം, അതായത് പ്രബീർ പുർക്കായസ്ഥയെ അല്ലെങ്കിൽ ഈ കേസിൻ്റെ ആകെത്തുകയിൽ ഒരു 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 കാലികവും പ്രസക്തവുമായിട്ടുള്ള ഒരു വിഷയം പ്രബീർ പുർക്കായസ്ഥയോ ന്യൂസ് ക്ലിക്കിനെയോ ഇൻഡിക്റ്റ് ചെയ്യുന്ന ഒരു വിഷയം ശ്രീ ജെ ആർ പത്മകുമാർ അങ്ങേക്ക് ചൂണ്ടിക്കാണിക്കാമോ? അല്ല, അത് നിങ്ങൾ ചാർജ് ഷീറ്റ് പരിശോധിച്ച് നോക്കിയാൽ മതി. മണി ലോണ്ടറിങ് ഇടപെടുന്നുണ്ട്. ഇവരൊക്കെ ചൈനയ്ക്ക് അനുകൂലമായി, ചൈനയുടെ ഒരു ടോക്കിംഗ് പോയിന്റ് ആയിട്ട് ഇവിടെ ഇന്ത്യയിൽ ചൈനയ്ക്ക് അനുകൂലമായി അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധമായ നിലപാടുകൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ സ്ഥാപനം ശ്രമിച്ചിട്ടുണ്ട്. അത് വളരെ ശരിയാണ്. അമേരിക്കൻ ഫണ്ട് സ്വീകരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഏജൻസികൾ വിശേഷിപ്പിക്കുന്ന ഫണ്ട്. ഒരു സെക്കൻഡ്. അല്ല, ഒരു സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ സുപ്രീം കോടതിയിൽ പോയി ഈ അറസ്റ്റ് വോയിഡ് ആണെന്ന് പറഞ്ഞ ആളുകൾക്ക് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തതിനു ശേഷം ഡിസ്ചാർജ് പെറ്റീഷൻ ഇട്ട് ഡിസ്ചാർജ് വാങ്ങിച്ചപ്പോഴൂടെ എന്താ ചെയ്യാത്തത്? അത് പോവും. ഡിസ്ചാർജ് പെറ്റീഷൻ ആവല്ലോ. അത് പോകുമല്ലോ. അത് സ്വാഭാവികമായിട്ടും അതിന്റെ ബാക്കി നടപടികളാണ്. ഈ അറസ്റ്റ് നിയമവിരുദ്ധം. നോക്കൂ, നമ്മൾ ഒരു തർക്കമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംവാദമാണ്. നോക്കൂ, കേൾക്കുക. അതായത് ഇപ്പോ ഒരു താങ്കളാണ് അല്ലെങ്കിൽ ഞാനാണ് ഇങ്ങനെ ഒരു കേസിൽ പ്രതി ചേർക്കപ്പെടുന്നത് എങ്കിൽ എൻ്റെ ആദ്യത്തെ വിഷയം എന്താണ്? എൻ്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്നുള്ളതാണ്. അത് ഞാൻ ട്രയൽ കോർട്ടിൽ പോയി, ഹൈക്കോടതിയിൽ പോയി, രണ്ടിടത്തുനിന്നും എന്താണോ ഏജൻസികൾ പറയുന്നത് അതിനോടൊപ്പം ആ കോടതികൾ നിന്നു. പക്ഷെ സുപ്രീം കോടതി പറയുന്നു എന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണ്, എന്റെ റിമാൻഡ് നിയമവിരുദ്ധമാണ് എന്നാണ്. അങ്ങനെ അല്ല, ഇത് ഇന്നലെ അറസ്റ്റ് ചെയ്തതല്ല, ചാർജ് ഷീറ്റ് ഫയൽ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ടാണ് സുപ്രീം കോടതി പറഞ്ഞത് സാധാരണ അറസ്റ്റ് വൈഡ് ആണെങ്കിൽ നമുക്ക് വെറുതെ റിലീസ് ചെയ്യുള്ളൂ, നിങ്ങൾ ജാമ്യത്തിൽ പുറത്തു പോകണം. ജാമ്യത്തിൽ പുറത്തു പോകണം എന്ന് പറഞ്ഞതിന്റെ കാര്യം അത് കുറ്റപത്രം സമർപ്പിച്ചത് കൊണ്ടാണല്ലോ ശ്രീ ജെ ആർ പത്മകുമാർ. അങ്ങേക്കറിയാം എന്റെ ചോദ്യം. ഇപ്പോ താങ്കൾ പറയുന്നു ക്വിഡ് പ്രോ ക്വോ ഉണ്ടായിരുന്നു എന്നാണ്. നോക്കൂ, കോടതിയിൽ ഫയൽ ചെയ്യാമല്ലോ. ശരി, കേൾക്കൂ സർ. അതായത് ട്രയൽ കോടതിയിൽ ഡിസ്ചാർജ് ഫയൽ ചെയ്യാം, ഹൈക്കോടതിയിൽ ഡിസ്ചാർജ് ഫയൽ ചെയ്യാം. സർ കേൾക്കൂ, അതായത് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് പ്രകാരം നെവിൽ റോയ് സിംഗം എന്ന് പറയുന്ന ആള് ചൈനീസ് പ്രോപ്പഗാൻഡയ്ക്ക് വേണ്ടി അമേരിക്കൻ റൂട്ട് വഴി ഈ ന്യൂസ് ക്ലിക്ക് എന്ന സ്ഥാപനത്തിന് പണം നൽകി എന്നുള്ളതാണ്. അത് വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെയാണ് വന്നത് എന്ന് ഈ ഏജൻസികൾ വ്യക്തമാക്കുന്നുണ്ട്. 3 ഏജൻസികളെങ്കിലും ഏറ്റവും കുറഞ്ഞത് അന്വേഷിക്കുന്നുണ്ട്. ഈ വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെയാണ് ഈ ഫണ്ട് വന്നത് എന്ന് സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അത് ചൈനീസ് ഫണ്ടാണ് എന്നാണ് ആക്ഷേപം വരുന്നത്. ഇവിടെ താങ്കൾ നേരത്തെ പറഞ്ഞു ക്വിഡ് പ്രോ ക്വോ ഉണ്ടോ? ക്വിഡ് പ്രോ ക്വോ ഉണ്ട് എങ്കിൽ ഒരൊറ്റ തെളിവ്, ഒരൊറ്റ ആർട്ടിക്കിൾ, ലിങ്ക് ഇല്ല എങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് ആയാലും അയച്ചു തന്നാൽ മതി ശ്രീ ജെ ആർ പത്മകുമാർ. അങ്ങനെ ഒന്നും ഇല്ല കുറ്റപത്രത്തില്. അത് നമ്മള് ഒരു ടെലിവിഷൻ ചർച്ചയിലെ പാനലിസ്റ്റായി BJPയുടെ പ്രതിനിധി വരുമ്പോ ഇല്ല, കുറ്റപത്രത്തിൽ ഇല്ലാത്ത കാര്യം എടുത്തു പറയരുത്. അല്ലല്ല, കുറ്റപത്രത്തില് എന്തൊക്കെ വകുപ്പിട്ടാ കുറ്റപത്രം ഫയൽ ചെയ്തിട്ടുള്ളത്? നിങ്ങൾ സെക്ഷൻ 13 UAPA 16, 17, 18, 23C IPC 153, 120 ഞാൻ ചോദിക്കുന്നത് ചാർജ് ഷീറ്റ് കോടതി സ്വീകരിക്കുമോ? അതൊന്നുമല്ല എന്റെ വിഷയം. എന്റെ വിഷയം എന്ന് പറയുന്നത് ഞാൻ ചൈനീസ് ഫണ്ട് സ്വീകരിച്ചിട്ടാണ് ഈ ടെലിവിഷൻ ചാനൽ നടത്തുന്നതെങ്കിൽ പ്രബീർ പുർക്കായസ്ഥ ന്യൂസ് ക്ലിക്ക് നടത്തുന്നത് എങ്കിൽ ഞാനോ അല്ലെങ്കിൽ പ്രബീർ പുർക്കായസ്ഥയോ ടെലിവിഷൻ ചാനലിലും അദ്ദേഹത്തിന്റെ വെബ്സൈറ്റിലും ചൈനീസ് അനുകൂലമായ ഒരു ലേഖനം വേണ്ടേ, ഒരു വാർത്ത വേണ്ടേ, ഒരു വരി വേണ്ടേ? അതെവിടെ? അങ്ങനെ അല്ലല്ലോ, നിയമവിധേയമായിട്ടല്ല. FDA അനുസരിച്ച് 92 കോടി രൂപ വാങ്ങിയിട്ടുണ്ട്. 9.59 കോടി രൂപ FDA ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്
നിയമവിരുദ്ധമായ കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. മാത്രമല്ല ലഷ്കർ നമ്മുടെ കാശ്മീരിലെ വിഘടനവാദികൾക്ക് ഫണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഷഹീൻ ബാഗിൽ സമരം ആളിക്കത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. കർഷക സമരം ആളിക്കത്തിക്കുന്നതിന് വേണ്ടി ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതെല്ലാം അതിനകത്തുണ്ട്. ശരി, അന്വേഷണത്തിന്റെ ഭാഗമാണ്.